ഓഗസ്റ്റ് 29 ശനിയാഴ്ച രാത്രി 7-ന് നേർരേഖയിൽ കുഞ്ഞു മനസ്സിന്റെ അപകട വഴികൾ. 13 വയസ്സുകാരിയുടെ കൊട്ടേഷനിൽ ജീവൻ നഷ്ടപ്പെട്ടത് വീട്ടിലെ മുതിർന്ന പൗരന്. കൊലപാതകം മൊബൈലിൽ ലൈവ് കണ്ട് പെൺകുട്ടി. ക്ലാസ് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു, അധ്യാപിക ശകാരിച്ചു, 14-കാരൻ ജീവനൊടുക്കി. മൊബൈലിന്റെ അമിത ഉപയോഗം, പിതാവ് മൊബൈൽ പിടിച്ചുവെച്ചു. +2 വിദ്യാർത്ഥി കാശിക്ക് പോകുന്നുവെന്ന് കത്തെഴുതി വെച്ച് വീട് വിട്ടു. ഇതെല്ലാം നടന്നത് നന്മ നിറഞ്ഞ നമ്മുടെ കേരളത്തിൽ. നമ്മുടെ ബാല്യം എങ്ങോട്ട്? അവർക്കെന്തുപറ്റി? എൻ്റെ വിദ്യാലയത്തിൽ മറ്റ് സംവിധാനത്തോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ കാശിയിലേക്ക് പോകുന്നു എന്നൊരു കുഞ്ഞ് പറയണമെങ്കിൽ എത്രമാത്രം ഇവിടെ നിലനിൽക്കാൻ പറ്റാത്തത്ര മാനസിക സംഘർഷം, മനസ്സമ്മർദ്ദം ആ കുഞ്ഞ് നേരിട്ടിട്ടുണ്ടാവും. ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ പാരൻസ് കൂടെ പ്രസവിക്കുന്ന ഒരു സാധനമാണ് പ്രതീക്ഷ. കുട്ടി വളരുമ്പോൾ പ്രതീക്ഷയും വളരും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും, നന്നായിട്ട് അറിയെങ്കിൽ പോലും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം എനിക്ക് 22 ഇയേഴ്സാണ്. 22 ഇയേഴ്സിൽ എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല ഒരു 14-15 ഓന് ഗോ ത്രൂ ചെയ്ത എന്താന്ന്. അതായത് ഓൻ്റെ തോട്ട് പ്രോസസ്സും എൻ്റെ തോട്ട് പ്രോസസ്സും ഒരു രീതിയിലും സിമിലർ ആവാനുള്ള ചാൻസസ് ഇല്ല. അപ്പം മേ ബി അത്രയും ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ടൈമിൽ ഉള്ള സാധനമാണ് ഈ ഇമ്പൾസീവ് സൂയിസൈഡൽ തോട്ട്സ്. അതായത് ആ പോയിന്റിൽ ഓനക്ക് തോന്നുകയാണ് ഇതിനപ്പുറം എനിക്ക് ഇനിയൊരു സൊല്യൂഷൻ ഇല്ല എന്ന്. പിന്നെ ആരെങ്കിലും ആ കുട്ടീനെ സാന്ത്വനപ്പെടുത്താനും തലോടാനും അതുപോലെ തന്നെ നല്ല പരിരക്ഷ നൽകാനും പെട്ടെന്ന് ആരും അടുത്തില്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും അതിക്രമം കാണിച്ചു തന്നെ വരും. കുട്ടികളിപ്പോൾ കൂടുതൽ അക്രമാസക്തരാകാൻ കാരണം ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഒരിക്കലും കുട്ടികളെ താരതമ്യം ചെയ്യാൻ പാടില്ല. പേരൻസും അവരവരെ കുട്ടികളെ അന്യോന്യം താരതമ്യം ചെയ്യാൻ പാടില്ല. അന്നേരം അവർക്കത് ഇഷ്ടപ്പെടില്ല. അവരുടെ മനസ്സിൽ വിദ്വേഷം ഇങ്ങനെ രൂഢമൂലമായിട്ട് ഇങ്ങനെ ഉയർന്നു വരും. ചിന്തിക്കണം, നാം അറിയണം ചിലത്. മറക്കാതെ കാണുക നേർരേഖ.